ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എന്താണോ പുസ്തകത്തിൽ പരാമർശിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു എസൻസ് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ്റെ ആമുഖത്തിൻ്റെ സ്ഥാനത്തുള്ള ഉമ്മുൽ കിതാബ് എന്നും മറ്റു പല സവിശേഷമായ പേരുകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളെ അതിൽ സംഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നാമതായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന യഥാർത്ഥ തൗഹീദ്, ശരിയായ ഈമാൻ സൂറത്തുൽ ഫാത്തിഹയിൽ കാണാം. റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും പരിപാലകൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഉന്നതി, മാഹാത്മ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവൻ റബ്ബ്, അതിൻ്റെ റബ്ബ് ഏറ്റവും ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട സംഗതി അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യം. അപ്പോൾ ആ മഹോന്നതി പറഞ്ഞതിന് ശേഷം ഇത്രയും വലിയ ഉന്നതനാകുമ്പം സ്വാഭാവികമായിട്ടും ചെറിയ അധികാരമുള്ളവർ അവരുടെ അധികാരത്തിൻ്റെ പരിധി കൂടുന്നതിനനുസരിച്ച് നമുക്ക് അപ്രാപ്യമായി മാറും, അൺറീച്ചബിളായി മാറും. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആയതിനോടൊപ്പം റഹ്മാനും റഹീമുമാണ്. എല്ലാവരേക്കാളും നമ്മളുടെ ഏറ്റവും അടുത്തവനും അങ്ങേറ്റം കരുണയുള്ളവനും എത്രയും നന്ദിയോടെ നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നവനും നമുക്ക് ഔദാര്യമായിട്ട് തരുന്നവനൊക്കെയാണ്. റഹ്മാനും റഹീമുമാണ്, കാരുണ്യത്തിൻ്റെ ഏറ്റവും പരമമായ രൂപം. അപ്പം ഏറ്റവും ഉന്നതൻ, നമുക്ക് ഏറ്റവും അടുത്തുള്ളവൻ. എന്നാൽ മുതലെടുക്കാമെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ മഹോന്നതനാണെന്ന് പറഞ്ഞു, നമുക്ക് ഏറ്റവും അടുത്താണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഭയക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞു. ഇത്രയും നേരം തേർഡ് പേഴ്സൺ ആയിരുന്നു, അവൻ എന്ന രീതിയിൽ പറഞ്ഞു. ഇനി അള്ളാഹുലേക്ക് നമ്മൾ തിരിഞ്ഞു. ഇത്രയും കേട്ടപ്പോഴേക്ക് അള്ളാഹുലേക്ക് തിരിയാതെ വഴിയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോൾ ഈ സഹായ തേട്ടം എന്ന് പറയുമ്പം വെറും ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ അഭൗതിക കാര്യങ്ങൾ എന്ന വേർതിരിവോടെയല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് തന്നെ സഹായം തേടുന്ന ശരിയായ ഈമാനും തൗഹീദും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഹദീസുകളിൽ പറയുന്നത് പോലെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാലും, അതുപോലെ വീട്ടിൽ ഉപ്പ് ആവശ്യമായി വന്നാലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് റബ്ബ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇബാദത്തും അതുപോലെ ആ രീതിയിൽ അള്ളാഹുവിലുള്ള തവക്കുലും ഒക്കെ നമുക്കുണ്ടാകണം. ഇനി എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം? ഓരോ സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതി പലതും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിദായത്താണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗ്ഗത്തിൽ ഞങ്ങളെ നയിക്കണം. ഈ ഹിദായത്തിലേക്ക് നമ്മൾ എല്ലാ സമയത്തും ആവശ്യക്കാരാണ്. നമ്മൾ കുറച്ച് അറിവുള്ളവരായി നമ്മുടെ പ്രവർത്തന മേഖല വ്യാപിച്ചു, അതുകൊണ്ട് ഇനി എല്ലാം സ്വന്തമായി കളയാം എന്നാരും കരുതരുത്. നമ്മുടെ പദവികളൊക്കെ കൂടുന്നതിനനുസരിച്ച് ഹിദായത്തിലേക്ക് നമ്മളൊന്നും കൂടെ കൂടുതൽ ആവശ്യക്കാരായി മാറുകയാണ് ചെയ്യുക. നമുക്കറിയാം, സൈക്കിളിൽ ഓടിക്കുന്നതിന് പ്രത്യേകിച്ച് അധികം നിയമങ്ങളില്ല. എന്നാൽ ബൈക്കിലേക്ക് എത്തുമ്പോൾ ലൈസൻസ് വേണം. ഒരു പ്ലെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 6ഓളം കേന്ദ്രങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതിന് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഒരു ട്രാഫിക് ഉണ്ട്, ടേക്ക് ഓഫ് ചെയ്തൊരു ലെവൽ വരെ ഉണ്ട്, ATC ടവറുകളിൽ നിന്ന്, അതുപോലെ അതിൻ്റെ പല ഡിവിഷനുകളിൽ നിന്ന് ഏകദേശം 6ഓളം ഘട്ടങ്ങളായിട്ടാണ് ഒരു എയ്റോപ്ലെയിനെ നിയന്ത്രിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഹിദായത്തിലേക്ക് നമ്മൾ എപ്പോഴും ആവശ്യക്കാരാണെന്ന് അറിയാൻ വേണ്ടി പറയാണ്. ഉയർന്നു പൊങ്ങുന്ന പ്ലെയിൻ, അതിനാണ് നിയന്ത്രണം കൂടുതലുള്ളത് താഴെ ഓടുന്ന സൈക്കിളുകളെക്കാളും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമയത്തും വാക്ക്, പ്രവൃത്തി, നിലപാട്, തീരുമാനം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ഫിത്നകളെ സമീപിക്കുന്നത്, എങ്ങനെയായിരിക്കണം നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ടത്, ഓരോരുത്തർക്കും ഹിദായത്ത് ആവശ്യമാണ്. അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ. അടുത്തത് എന്താണ് ഹിദായത്ത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. സൂറത്ത് നിസായിലെ കാണാം, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. അപ്പോൾ ഇവരുടെ ചരിത്രം പഠിക്കുന്നത്, ഇവരുടെ ഈമാൻ, ഇവരുടെ അമലുകൾ, ഇവരുടെ നിലപാട്, സ്വഭാവം, സംസ്കാരം, മൻഹജ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശാലതയുള്ള കർമ്മശാസ്ത്രത്തിലെ ശാഖാപരമായ കാര്യങ്ങൾ പകുതി പഠിക്കലല്ല സലഫു സാലിഹ്യങ്ങളുടെ മൻഹജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, മറിച്ച് അവരുടെ ഈമാൻ എന്തായിരുന്നു, അവരുടെ തഹജ്ജുദ് നമസ്കാരത്തിലെ താല്പര്യം എന്തായിരുന്നു, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള പോരാട്ടം, ദഅവത്ത്, ഇൽമു പഠിക്കുന്നത്, അതിൻ്റെ താല്പര്യം എന്തായിരുന്നു, അതിൻ്റെ ആത്മാവാണ് അവരുടെ മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. കാരണം നിങ്ങൾ കർമ്മശാസ്ത്രത്തിലെ വിശാലതയുള്ള വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റുക്കൂയിൽ നിന്ന് വരുമ്പോൾ കൈ ഉയർത്തിയത് കാണാൻ സാധിക്കും. അത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ കൈ ഉയർത്താത്തവർക്കെതിരെ കലാപം ഉണ്ടാക്കാൻ പോയാൽ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നിങ്ങൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം റുക്കൂവിന് ശേഷം കൈ ഉയർത്താറില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം, മുൻഗാമികൾ, അതിൽ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നൊക്കെ പറയുമ്പം അത് മസ്അല തർക്കമായി കാണുന്നത് ദീനിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. മറിച്ച് അവരുടെ ഈമാനും അമലും അവരുടെ ആത്മീയമായ ഉന്നതമായ അവസ്ഥകൾ അറിയലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ മനസ്സിലാക്കുക. അവിടെ നിർത്താതെ ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, സന്മാർഗം എന്താണെന്നും എന്തെല്ലെന്നും പറഞ്ഞു തന്നു. ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ മാർഗം, തമ്മിൽ തല്ലുന്നതും അനാവശ്യ തർക്കങ്ങളും
അതുപോലെ പലതരത്തിലുള്ള സംഗതികളുണ്ട്, അത് വിവരിക്കേണ്ടി വരും. അതിൽ തന്നെ ലലാലത്ത് എന്താണെന്ന് വിവരിക്കുമ്പോൾ 2 രീതി പറഞ്ഞു. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചവർ, വഴി തെറ്റിപ്പോയവർ. അപ്പോൾ 2 രീതിയിലുള്ള വഴികേട് ലോകത്തുണ്ട്. ഒന്ന്, അറിവുണ്ടായിട്ട് അഹങ്കാരത്തോടെ വഴിതെറ്റുന്നവർ, ജൂതന്മാരെ പോലെ, അവർ നബിമാരെ കൊന്നുകളഞ്ഞു. വലദ്ദാല്ലീൻ, ക്രിസ്ത്യാനികളെപ്പോലെ ഭക്തി കൊണ്ട് അറിവില്ലാതെ വഴിതെറ്റിപ്പോകുന്നവർ, എല്ലാത്തിനെയും കയറി ആരാധിക്കുന്നവർ, ആ രീതിയിലുള്ളവർ. അപ്പം ലലാലത്ത് എന്താണെന്ന് പറയുമ്പം വെറും ഒരു ആയത്തിലെ അവസാനത്തെ ചെറിയ ഭാഗം കൊണ്ട് തന്നെ കോപം സമ്പാദിച്ചവരെന്ന് പറയുമ്പം അറിവ് കൂടി അഹങ്കാരം കൊണ്ട് വഴിതെറ്റിപ്പോകുന്നവർ. വലദ്ദാല്ലീൻ എന്ന് പറയുമ്പം അറിവില്ലാതെ ഭക്തി കൂടി വഴിതെറ്റിപ്പോകുന്നവർ. ഈ 2 മാർഗ്ഗങ്ങളുമല്ല, മറിച്ച് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗമാണ് ഹിദായത്ത് എന്ന് പറയുമ്പം പരിശുദ്ധ ഖുർആൻ്റെ ആമുഖം എന്ന രീതിയിൽ സൂറത്തുൽ ഫാത്തിഹ സബ്ഉൽ മസാനി ആവർത്തിച്ചോതുന്ന 7 ആയത്തുകളായിട്ട് എപ്പോഴും ഈമാനും ഹിദായത്തും ശരിയായ തൗഹീദും അതിൻ്റെ ഫലങ്ങളും ഹിദായത്തിൻ്റെ ആവശ്യകതയും മുൻഗാമികളെ മനസ്സിലാക്കി പഠിക്കുന്നതിൻ്റെ ആവശ്യകതയും വഴിതെറ്റിപ്പോയ അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ച ആളുകളുടെ മാർഗത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യകതയൊക്കെ ഫാത്തിഹ വിവരിച്ചു തരുന്നു. ഇതിൻ്റെ വിവരണമാണ് ബാക്കി സൂറത്തുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പരിശുദ്ധ ഖുർആനിൻ്റെ ശരിയായൊരു ആമുഖം, അതിൻ്റെ എസൻസ് സൂറത്തുൽ ഫാത്തിഹയിൽ വന്നു കഴിഞ്ഞു.